ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവരും സേഫായി ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കായിട്ട്, അതുപോലെ നമുക്ക് നോമ്പ് തുറ ഒക്കെ ആയിട്ട് നമുക്ക് നോമ്പൊക്കെ അടുത്ത് വന്നു തുടങ്ങി. അപ്പോഴൊക്കെ ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ബ്രെഡ് കൊണ്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ആദ്യം തന്നെ ഒരു മുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് മുട്ട ഇനി നന്നായി ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1/4 കപ്പ് അരിപ്പൊടി, നമ്മുടെ വറുത്ത അരിപ്പൊടി ഇല്ലേ, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ. പിന്നെ എരിവിന് ആവശ്യത്തിന് നമുക്ക് 1/2 മുതൽ 1/4, നമ്മുടെ ഓരോരുത്തരുടെ മുളകിനനുസരിച്ച് ചില്ലി ഫ്ലാക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലാക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ കുരുമുളക് പൊടി മാത്രം മതിയെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒറിഗാനോ നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് ചേർത്ത് കൊടുക്കണം. നല്ല ടേസ്റ്റിയാണ് ഇതിലേക്ക് ഒറിഗാനോ ചേർത്ത് കൊടുത്താൽ. ഞാനിത് വീഡിയോ ചെയ്യുന്ന ദിവസം ആഡ് ചെയ്യാൻ മറന്നുപോയി ഒറിഗാനോ ചേർക്കണം എന്നുള്ള കാര്യം. നമ്മൾ ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്തിട്ട് ചെയ്തോളൂ, നല്ല ടേസ്റ്റിയാണ്. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് വിട്ടുപോയതാണ്. ഇനി നമുക്കിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ പഴംപൊരിക്കൊക്കെ ബാറ്റർ തയ്യാറാക്കില്ലേ, അതേ ഒരു ലെവലിലാക്കിയിട്ട് നമുക്ക് ഈ മിക്സിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി നമ്മുടെ ബ്രെഡിൻ്റെ ഇതിപ്പോൾ ഈ ബ്രൗൺ കളറില്ലേ 4 സൈഡ്, അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. കട്ട് ചെയ്തെടുക്കേണ്ടതാണ് നല്ലതെന്ന് തോന്നുന്നു. അത് മറ്റ് ഭാഗമാകുമ്പോൾ ഇത്തിരി കട്ടിയില്ലേ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ, അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ടേസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ആ ബാറ്ററിൽ മുക്കിയിട്ടല്ലേ ഇത് ഫ്രൈ ആക്കി എടുക്കുന്നതും കൂടെ. അപ്പോൾ ഞാനിപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനെ ഒരു 3 പീസോ 4 പീസോ വെച്ചിട്ട് നമുക്കിപ്പോൾ ഈ ബ്രെഡിൻ്റെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനിപ്പോൾ നേർപകുതി, അതായത് 2 പീസ്, ഒരു ബ്രെഡ് വെച്ചിട്ട് 2 പീസാക്കി എടുക്കണുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ ഇതിപ്പോൾ ചെറിയ ബ്രെഡാണ്. വലിയ ബ്രെഡാണെന്നുണ്ടെങ്കിൽ 4 പീസാക്കി എടുക്കുകയും ചെയ്യാം. ഇത് നമ്മളൊരു ഡിപ്പിൽ മുക്കിയിട്ടാണ് കഴിക്കണത്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു നീളനായിട്ടുള്ള പീസാക്കിയിട്ട് എടുക്കേണ്ടതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ 4 പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ ബ്രെഡിനെ ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരുപാട് നേരം അതിനെ നമ്മൾ ആ ബാറ്ററിലിട്ടിട്ട് ഇങ്ങനെ നന്നായിട്ടിട്ട് കുഴക്കരുത്. അത്യാവശ്യം തിരിച്ചു മറിച്ചു ഒന്ന് മുക്കിയെടുക്കുക. കാരണം ബ്രെഡല്ലേ, പെട്ടെന്ന് തന്നെ കുതിർന്ന് പോകും. പിന്നെ നമുക്കത് എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ നന്നായിട്ടാകുമ്പോൾ ഒന്ന് കോട്ടാവുന്ന രീതിയിൽ, അതുകൊണ്ടാണ് ഒരിത്തിരി കട്ടി വേണം മാവിനെ എന്ന് പറയുന്നത്. നമ്മുടെ പഴംപൊരിക്കുള്ള ഒരു ഇതില്ല എന്ന് കരുതി ഒരുപാട് കട്ടിയല്ല കേട്ടോ. അപ്പം നമുക്ക് പിന്നെ അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. ഞാൻ അതിന് ശേഷം ഒരിത്തിരി ഒറിഗാനോ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. ഒറിഗാനോയുടെ കാര്യം പിന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഒറിഗാനോ കൂടെ ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇതാ നമ്മുടെ സ്നാക്കിൻ്റെ പരിപാടി ഇവിടെ റെഡിയായി. നമുക്ക് 10 മിനിറ്റ് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് സ്നാക്ക് റെഡിയാവും എന്ന് പറയണ പോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് മയോണൈസും കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഒരു ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മുടെ സാധാ മയോണൈസ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഫീഡ്ബാക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്ന് വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.